എൻ്റെ പേര് ഹാരിസ്. എൻ്റെ ചോദ്യം, ആത്മഹത്യ ഇസ്ലാം നിഷിദ്ധമായി കാണുന്നു. ഫലസ്തീനിലും അതുപോലെ ചെച്നിയയിലും ഒക്കെ ചാവേർ സ്ഫോടനങ്ങൾ നടക്കുന്നു. ഇത് ആത്മഹത്യയല്ലേ എന്നാണ് ചോദ്യം. ഇസ്ലാം ആത്മഹത്യയെ നിഷിദ്ധമായി കാണുന്നു. പലസ്തീനിലും ചെച്നിയയിലുള്ള ആളുകൾ ആത്മഹത്യാ സ്ക്വാഡ് നടത്തുന്നത് ഇസ്ലാം വിരുദ്ധമല്ല എന്നാണ്. ആത്മഹത്യ ഇസ്ലാം വിരുദ്ധമാണെങ്കിൽ പലസ്തീനികളും ചെച്നിയക്കാരും ചെയ്തു എന്നുള്ളതുകൊണ്ട് അത് ഇസ്ലാം വിരുദ്ധമാകാതിരിക്കില്ല. അവിടെ പണ്ഡിതന്മാർ, ഇസ്ലാമിക പണ്ഡിതന്മാർ വളരെ കൃത്യമായി ഈ വിഷയത്തിൽ അവരുടേതായ വീക്ഷണങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ യുദ്ധം ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. യുദ്ധത്തിന് പോകുമ്പോൾ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മരണപ്പെടാനുള്ള സാധ്യത 50%. ഇപ്പൊ ഞാൻ യുദ്ധത്തിന് ഒരുങ്ങുകയാണെങ്കിൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ ഖലീഫയുടെ കീഴിൽ ഞാൻ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഞാൻ കൊല്ലപ്പെടാനുള്ള സാധ്യത 50%. ചില യുദ്ധങ്ങളിലാകട്ടെ കൊല്ലപ്പെടാനുള്ള സാധ്യത 75%, 90%, 95% ആകും. പക്ഷേ എങ്കിൽ തന്നെയും യുദ്ധത്തിൽ ശത്രുവിന്റെ കൈകൊണ്ടാണ് ഞാൻ കൊല ചെയ്യപ്പെടുന്നത്. ശത്രുവിന്റെ കൈകൊണ്ട് കൊല ചെയ്യപ്പെടുകയല്ലാതെ സ്വന്തം കൈകൊണ്ട് കൊല ചെയ്യപ്പെടുക എന്നൊരു ഏർപ്പാട് ഇസ്ലാമിലെ യുദ്ധത്തിൽ പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യമാണത്. ആത്മഹത്യാ ബോംബുകൾ, അതിന് എത്ര തന്നെ ന്യായീകരണങ്ങൾ ആര് തന്നെ കണ്ടെത്തിയാലും അത് ഇസ്ലാമികമായി ശരിയല്ല എന്നാണ് പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ മുഴുവനും വീക്ഷണം. എന്നാൽ വളരെ ന്യൂനപക്ഷം വരുന്ന ചില പണ്ഡിതന്മാർ പ്രത്യേകമായ സാഹചര്യത്തിൽ ആത്മഹത്യ ബോംബുകൾ ആകാം എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ പണ്ഡിതന്മാരുടെ വീക്ഷണം പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മതത്തെ മനസ്സിലാക്കുന്ന, സഹാബത്ത് പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും മനസ്സിലാക്കിയ രൂപത്തിൽ മതത്തെ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ ഒരവസരത്തിലും അനുവദിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ ആത്മഹത്യ ബോംബ് എന്നുള്ളത് ഇസ്ലാമികമായി ശരിയല്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ പലസ്തീനികൾ ചെയ്താലും ചെച്നിയക്കാർ ചെയ്താലും അത് ഇസ്ലാമികമായി ന്യായീകരിക്കാൻ കഴിയില്ല.